ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫിറ്റഡ് ചൈനയുടെ P-15, അതേപോലെ P-12, P-7 എയർ ടു എയർ മിസൈലാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 400 കിലോമീറ്റർ. ഇത് പെർഫോം ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിലും. അതേപോലെ തന്നെ ബാലാകോട്ട് ആക്രമണം കഴിഞ്ഞ് പാകിസ്ഥാനുമായിട്ട് തിരിച്ചടിച്ച സമയത്ത് ഇന്ത്യക്ക് ഏകദേശം 5ഓളം 4 പേരെ എയർഫോഴ്സ് ഓഫീസേഴ്സിനെ നഷ്ടപ്പെട്ടു. ആ സമയത്തും അവരിത് സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അഭിനന്ദൻ വർദ്ധൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അന്ന് വിംഗ് കമാൻഡറായിരുന്നു, പിന്നീട് ഗ്രൂപ്പ് ക്യാപ്റ്റനായി അദ്ദേഹം മിഗ് ഫ്ലൈ ചെയ്ത് പാകിസ്ഥാൻ ടെറിട്ടറി 2 ദിവസം കഴിഞ്ഞ് പാകിസ്ഥാൻ അദ്ദേഹത്തെ തിരികെ തന്നു. അതായത് എനിമിയുമായിട്ട് എൻഗേജ് ചെയ്ത് ടെസ്റ്റ് ഫയർ സക്സസ്ഫുള്ളായി. ഇപ്പോഴിതിൻ്റെ പ്രാധാന്യം കയറി വരാൻ കാരണം എന്താണ്? അതാണ് ചോദ്യം. ഇതിൻ്റെ പ്രാധാന്യം ഉണ്ടാകാൻ കാരണം ഏകദേശം 4-5ഓളം രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ ഇത് വിറ്റ് കഴിഞ്ഞു. മറ്റുള്ള രാജ്യങ്ങൾ ഏകദേശം 10ഓളം രാജ്യങ്ങൾ വരാനുള്ള 2030 10ൽ പരം രാജ്യങ്ങൾ പാകിസ്ഥാൻ്റേത് ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങും, ഇൻക്ലൂഡിങ് ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, സൗദി അറേബ്യ. അപ്പൊ തേർഡ് വേൾഡും അല്ല, മറ്റുള്ള രാജ്യങ്ങൾ കൂടി എൻഗേജ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ പത്രങ്ങൾ പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് അത് ഇന്ത്യക്ക് ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതായത് 2035 ഏകദേശം ലോകത്തിലെ 20-25ഓളം രാജ്യങ്ങൾ പാകിസ്ഥാന്റെ J-17 ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങും. ഇതിൻ്റെ അകത്ത് ഒരു ചരിത്രം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് സുക്കോയ് 30 MK അത് ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 2000 അതിന് മുമ്പ് നമ്മൾ വാങ്ങി, നമ്മളത് ജോയിൻ്റ് ആയിട്ട് പ്രൊഡക്ഷനും ഉണ്ട്. പക്ഷെ ആ സമയത്ത് 2007 ചൈന സുക്കോയ് 35 എന്ന് പറഞ്ഞ സാധനം വാങ്ങി, ഏകദേശം 29 ഫ്ലൈറ്റുകൾ, എയർക്രാഫ്റ്റുകൾ. എന്നിട്ട് ഇതിൻ്റെ പ്രോട്ടോടൈപ്പായിട്ട് മുഴുവൻ അങ്ങ് കോപ്പി ചെയ്തു. ഈ കോപ്പി ചെയ്തിട്ട് ഇത് വെച്ചാണ് ഇവർ J-17 ഡെവലപ്പ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, റഷ്യൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. J-17 റഷ്യൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അത് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് അതവർ ഫോറിൻ മാർക്കറ്റിൽ കൊടുക്കുമ്പം ചൈന അതിന് ലൈസൻസ് കൊടുത്ത് നിങ്ങളത് വിറ്റോളാൻ. ഏറ്റവും വില കുറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റ് 5th ജനറേഷൻ്റെ AI ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇന്നത് ഇൻസ്റ്റാൾഡ് ആണ്. 400 കിലോമീറ്റർ റേഞ്ചിൽ വരെ പോകാവുന്ന മിസൈൽ ഫിറ്റഡ് ആണ്. മനസ്സിലാക്കുക, ഇന്ത്യയുടെ ഒറ്റ എയർക്രാഫ്റ്റ് ഫൈറ്ററിൻ്റെ അകത്തും 400 കിലോമീറ്റർ റേഞ്ച് ഉള്ള സാധനങ്ങൾ ഫിറ്റഡ് അല്ല.